എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നിയ ഒരു കാര്യമുണ്ട് ലൈഫ് ഓഫ് ജോജോൺ. ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അതിമനോഹരമായി ഒത്തിരി പേര് പറയുകയും ചില ആൾക്കാർ അതിന് വിരുദ്ധമായിട്ട് പറയുകയും ചെയ്ത ഒരു പെർഫോമൻസ് ഉണ്ട് അതിനകത്ത്. ഹരീഷ് പേരാടിയുടെ ഒരു പെർഫോമൻസ് ഇൻ്റർവെൽ സ്ഥലത്ത് പുള്ളി എടാ വണ്ടിയിൽ പെട്രോളൊക്കെ ഉണ്ടോ നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു പോകുന്നു. പക്ഷേ കുറേ പേര് എന്നോട് പറഞ്ഞു ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്നു, ഭയങ്കര നാടകീയത്വം അല്ല എന്തോ ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു തോന്നി. ഒത്തിരി ആൾക്കാര്, ഞാൻ ഈ സിനിമ തിയേറ്ററിലിരുന്ന് ഒരു തവണ പോയി കണ്ടപ്പോൾ എൻ്റെ അടുത്തിരുന്ന് ഒരു പയ്യൻ കണ്ണു തുടക്കുന്നില്ല. കുറേ ആൾക്കാർക്ക് അത് മനസ്സിലായി, പക്ഷെ കുറേ പേർക്ക് അത് മനസ്സിലായില്ല. അതിനകത്തൊരു സത്യം എന്താണെന്നറിയോ, അതെനിക്കിവിടെ പറയണമെന്ന് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ 6 ടേക്ക് എടുത്തു. നോർമൽ, കുറച്ചുകൂടെ കയറ്റി, അങ്ങനെ അബ്നോർമാലിറ്റി, കുറച്ച് അങ്ങനത്തെ 2-3 ഇതിൽ 6 ടേക്ക് എടുത്തിട്ട് ഞങ്ങൾ എഡിറ്റിംഗ് റൂമിൽ ഇട്ട് ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പലതും ഇട്ട് നോക്കി. ശരിക്കും എന്താണെന്നറിയോ, അത് മിതഭാഷിയായ ഒരു അച്ഛൻ, അധികം സംസാരിക്കില്ല, അതാണ് ജോക്കൊന്നും ഓടിക്കത്തില്ല, അവന് ഇഷ്ടമാണെങ്കിൽ അവനത് കൊണ്ടുപോട്ടറാ, ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡുള്ളതാണ്. ഈ ആൾക്ക് ആ മകൻ പോവുകയാണ് എന്നറിഞ്ഞപ്പം, വിദേശത്തേക്ക് പോകാൻ തന്നെപ്പം കുഴപ്പമില്ല, നീ വിഷമിക്കണ്ട, അതൊക്കെ പുതിയ ലോകം പുതിയ എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൽ ഭയങ്കര വേദനയുണ്ട്. അവസാനം അവിടെ അങ്ങ് വണ്ടിയെ കയറാൻ പോകുമ്പോൾ ഇയാളുടെ ഹൃദയം പൊട്ടുന്നൊരവസ്ഥ ഇയാൾ നിൽക്കുമ്പോൾ ഇയാളുടെ വിഷമം മറയ്ക്കാനായിട്ട് ഇയാൾ തമാശ പറയാൻ ശ്രമിച്ചതാണ്. ആ ജോക്കടി ആർട്ടിഫിഷ്യൽ ആവും, കാരണം അയാൾക്ക് തമാശ പറയാൻ അറിയാൻ മേല, ഇങ്ങനത്തെ ചിരി വരുന്നുണ്ട്. അത് ആർട്ടിഫിഷ്യാലിറ്റി വേണം എന്ന് കരുതി തന്നെ നമ്മൾ വെച്ചതാണ്. പക്ഷെ കുറെ പേർക്ക് അത് മനസ്സിലായില്ല, കുറെ പേര് അതിനെ അത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനത് എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച അതാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ശരിയാണത് എന്ന് പറഞ്ഞു. സത്യത്തിൽ അതാണ്. അത് നമ്മള് സിനിമകളിൽ കുറെ ക്ലീഷേ സാധനങ്ങൾ കണ്ട് 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 ഇതുപോലത്തെ സംഭവങ്ങൾ കാണുമ്പം ഇത് റിയാലിറ്റി ആണെങ്കിൽ പോലും നമുക്കത് മനസ്സിലാവുന്നില്ല. അതാണ് അതായത് ചില റിയാലിറ്റികൾ നമ്മൾ സിനിമ വരുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? പക്ഷെ ശരിക്കും അതാണ് അത്. പക്ഷെ കുറെ പേർക്ക് അത് മനസ്സിലായി. കുറെ പേര് പറഞ്ഞു അത് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. നമ്മൾ ഇത് സത്യം പറഞ്ഞ ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു സീൻ എന്ന് പറയുന്നത് ഇതേവരെ ഞാനൊരു സിനിമയിലും കണ്ടിട്ടില്ല. ഇല്ല, ഞാനത് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് സമയത്ത് എൻ്റെ മോള് പിള്ളേർ അവർ വായിച്ചിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു, ഡാഡി അത് ഭയങ്കര രസമായിട്ടുണ്ട് ആ സീൻ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കും എൻ്റെ റിയാക്ഷൻ. അപ്പോൾ അതൊരു സീരിയസ്, അത് എങ്ങനെയാണെന്ന് അത് ഓഡിയൻസിന് അത് കൺവേ ആകാൻ വേണ്ടിയിട്ടാണ് പുള്ളി ആ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു സജഷൻ ഷോട്ട് വെച്ചിരുന്നു. ഇത് കണ്ടിട്ട് ഇത് ഫോക്കസ് ഔട്ടാണ്. ഇവിടെ വന്നിട്ട് ഓരോരുത്തരായിട്ട് തിരിഞ്ഞ് കരയുന്നത്, അവിടുത്തെയൊക്കെ റിയാക്ഷൻ ഞാൻ കൊടുത്തത് അതാണ്. കാരണം അവർക്ക് മനസ്സിലായി അച്ഛൻ്റെ വേദന കൊണ്ട് അച്ഛൻ പറയാൻ ശ്രമിക്കും, കാരണം അവർ കണ്ടിട്ടാണ്. പക്ഷെ അത് കുറേ പേർക്ക് മനസ്സിലായില്ല. എനിക്ക് ലൈഫ് ഓഫ് ജോസ് ഊട്ടിയിൽ ഭയങ്കര ഒരു സങ്കടം തോന്നിയ ഒരു ഫീഡ്ബാക്ക് അത് മാത്രമേ ഉള്ളൂ. ബാക്കി കുറച്ച് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, കുറേ പേര് ഭയങ്കര ഓക്കെ ഇതൊക്കെ അതിനകത്ത് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അത് കുറച്ച് പേർക്ക് കൺവേ ആയില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി.